ഉണ്ടാക്കുന്നത് വെണ്ടക്ക കറിയാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കാൻ കഴിയും. പക്ഷേ ടേസ്റ്റിൽ ഇത് വളരെ കേമനാണ്. നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ് തിന്നാൻ കഴിയും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 9 വെണ്ടയ്ക്കയാണ്. ചെറിയ വെണ്ടയ്ക്കയാണിത്. വലുതാണെങ്കിൽ ഒരു 6-7 മതിയാവും. ഇതിൻ്റെ തലയും വാലും ഒക്കെ കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്ത വെണ്ടയ്ക്കയാണിത്. വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കഴുകണം. ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാൻ ഇതുപോലെ ചരിച്ചാണ് കട്ട് ചെയ്യുന്നത്. മുഴുവൻ വെണ്ടയ്ക്കയും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ഒരു ചെറിയ കഷ്ണം ഉള്ളി, അതായത് ഒരു ഉള്ളിയുടെ കാൽഭാഗത്തിലും കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം തക്കാളി, അല്പം കറിവേപ്പില, ഒരു വലിയ വെളുത്തുള്ളി അല്ലി, ചെറുതാണെങ്കിൽ 2-3 എടുക്കാം, ഒരു ചെറിയ പച്ചമുളക്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വളരെ ചെറിയൊരു കഷ്ണം പുളി വേണം. ഒരു നെല്ലിക്കയുടെ അത്രയൊന്നുമില്ല, അതിൻ്റെയും പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ. ചെറിയ കഷ്ണം പുളി മതി. ഇത് കുതിർത്ത് വെക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഈ പുളി നമുക്കിങ്ങനെ കുതിർത്തെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ്. ഈ ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർക്കണം. ഇനി ഇതിലേക്ക് ഉള്ളി ചേർക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഉള്ളി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി നന്നായിട്ടൊന്ന് വാടുന്നത് വരെ വഴറ്റാം. ഏകദേശം ഒരു 1/2 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഉള്ളി നന്നായിട്ട് വാടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3ഉം ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് വാടിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിക്കാം. തക്കാളി ഒന്ന് നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. 1 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മൂടി തുറന്നു നോക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെണ്ടക്ക ഇതിലേക്ക് ചേർക്കാം. വെണ്ടക്ക ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് വരെ വെണ്ടക്ക ഈ മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴേക്കും വെണ്ടക്ക നന്നായിട്ടൊന്ന് വാടി വരും. വെണ്ടക്ക നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ചുവന്ന മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഏകദേശം ഒരു 1/2 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഒരു 1/4 കപ്പ് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്.
ഇതും ഒരു 1/4 കപ്പ് വെള്ളമുണ്ട്, ഇതും കൂടി ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ കറി തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വെണ്ടയ്ക്ക ഒന്ന് വെന്ത് ഇതിലുള്ള വെള്ളം അല്പം ഒന്ന് വറ്റി കിട്ടണം. അത്ര വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റ് മതിയാവും, കാരണം വെണ്ടയ്ക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. വെണ്ടയ്ക്ക വേകുമ്പോഴേക്കും കറി നല്ല തിക്കായിട്ടുണ്ടാവും. ഈ കറിയുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റിയേറിയ വെണ്ടയ്ക്ക കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. നമുക്ക് ചോറിനൊക്കെ കറിയില്ലാത്ത സമയത്ത് വളരെ പെട്ടെന്ന്, അതായത് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മാത്രമല്ല വളരെ ടേസ്റ്റാണ്. നമുക്ക് മറ്റു കറികളുടെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കറി ഉണ്ടെങ്കിൽ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.